വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ താടിയും പൊട്ടും ടോക്സ്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരുപാട് കേൾക്കുന്നതാണ്, ഭർത്ത വീട്ടിൽ മരണപ്പെട്ടു, ആത്മഹത്യ ചെയ്തു, മരുമകൾ കെട്ടിത്തൂങ്ങി കിടക്കുന്നു, കിണറ്റിൽ വീണ് കിടക്കുന്നു, അടുത്ത ആറ്റിൽ പൊന്തി ശവം, പിന്നെന്താ വിഷം കഴിച്ചു മരിച്ചു, പാമ്പ് കൊത്തി മരിച്ചു, അങ്ങനെയൊക്കെ നമ്മൾ സർവ്വസാധാരണമായിട്ട് ഇപ്പോൾ സ്ഥിരമായി എല്ലപ്പോഴും കേൾക്കുന്നതാണ് ന്യൂസിൽ. ഭർത്ത വീട്ടിൽ മരണം, ഭർത്താവിൻ്റെ വീട്ടുകാരുടെ പീഡനം മൂലം, മാനസികമായ പീഡനം മൂലം, ശാരീരികമായ പീഡനം മൂലം, ഭർത്താവിൻ്റെ പീഡനം മൂലം, എന്താ പറയുക, എല്ലാവരും ചേർന്നുള്ള പീഡനങ്ങൾ മൂലം അവർ കൊന്ന് കെട്ടിത്തൂക്കിയതാവാം, അത് ആത്മഹത്യ എന്ന് പറഞ്ഞ് തീർക്കും. കേസ് തെളിയും വരെ അത് ആത്മഹത്യ ആയിരിക്കും, കേസ് തെളിയുമ്പോഴാണ് അത് കൊലപാതകം എന്നറിയാം. അതുപോലെ അവർ പീഡനം സഹിക്കാതെ, മാനസികമായിട്ടുള്ള ഒരു പീഡനം സഹിക്കാതെ അവർ ആത്മഹത്യ ചെയ്തതാവും. അത്തരത്തിലൊക്കെ ഉള്ളത് ഒരുപാട് കിട്ടണം. അത്തരത്തിലുള്ള ഒരു വിഷയമാണ് ഇത്. തൻ്റെ ഭർത്താവിൽ നിന്നും ഫാമിലിയിൽ നിന്നും ഉണ്ടായിട്ടുള്ള ചില അനുഭവങ്ങൾ ഒരുപാട് സഹിച്ചിട്ടും തനിക്കും തൻ്റെ മക്കൾക്കും നേരിട്ട കുറേ അനുഭവങ്ങളും, ഇനി അവർ ഈ എന്താ പറയുക, ഭൂമിയിൽ ഇനി പെട്ടെന്ന് ഇല്ലാതായാൽ അതിൻ്റെ സത്യം പുറത്ത് അറിയണം, മറ്റുള്ള ആർക്കും അറിയില്ല. ചിലവരൊക്കെ അവരുടെ ഒരു പല കാര്യങ്ങളും ചിരിച്ച് പുറത്ത് നടന്നാലും അവരുടെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പുറത്ത് ആരോടും പറയില്ല. അങ്ങനെയുള്ളവരുണ്ട്, മറ്റാരെയും വേദനിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണിത്, വോയിസ് റെക്കോർഡാണിത്, അവരുടെ വീഡിയോ ആണ്. അവർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് കാണിക്കും. ഇതിൽ വോയിസ് റെക്കോർഡും കേൾപ്പിക്കുന്നുണ്ട് ഭർത്താവിൻ്റെ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. എൻ്റെയും കുട്ടികളുടെയും ജീവന് ഭീഷണിയുള്ള ഒരു സാഹചര്യത്തിൽ നാളെ ഞാനോ മക്കളോ പെട്ടെന്നൊരു നിമിഷം ഭൂമിയിൽ നിന്ന് മാഞ്ഞു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ആത്മഹത്യ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ അതിനു മുന്നേ ഞാൻ തന്നെ നേരിട്ട് വന്ന് അത്തരം ഒരു കാര്യം ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാനോ എൻ്റെ കുട്ടികളോ ഒരിക്കലും അങ്ങനെ പെട്ടെന്നൊരു നിമിഷം ജീവിതം അവസാനിപ്പിക്കില്ല. അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് ഞങ്ങൾ മരണപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ നിങ്ങൾ കേട്ട വോയിസിൽ ഉള്ള ആ ഒരു ഭീഷണി, ആ രണ്ട് വ്യക്തികൾ ആണ് അതിൻ്റെ കാരണം. അപ്പോൾ ഞാനിപ്പം ഈ ഒരു നിമിഷം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മുൾമുനയിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏത് നേരത്തും ഏത് സാഹചര്യത്തിലും അപകടം ഉണ്ടാവും, ആക്രമിക്കപ്പെടും എന്നുള്ള പേടിയോട് കൂടിയിട്ടാണ് ഓരോ നിമിഷവും ജീവിച്ചിരിക്കുന്നത്. നിയമപരമായിട്ട് നേരിടാനാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും വക്കീലിനോടെല്ലാം സംസാരിച്ചിരുന്നു. അപ്പം നമുക്ക് വേണ്ട രീതിയിലുള്ള അപകടവും ആപത്തും ഇല്ലാണ്ടിരിക്കാൻ വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള വക്കീലിനോടൊക്കെ നമ്മൾ സംസാരിക്കുകയും ചെയ്തിരുന്നു. അപ്പം എന്താണ് വിഷയം എന്നുള്ളത് ഞാൻ പറയാം. പല പ്രാവശ്യം ഞാൻ വീഡിയോയിൽ കൂടെ തുറന്ന് മുഴുവനായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുള്ള കാര്യമായിരിക്കും. എൻ്റെ ഹസ്ബൻഡ്, കുട്ടികളുടെ അച്ഛൻ ക്രോണിക് ആയിട്ടുള്ള ഒരു ആൽക്കഹോളിക് അടിമയാണ്. അപ്പം കുറേ കാലമായിട്ട് ഏകദേശം ഒരു 17 വർഷത്തോളമായിട്ട് നിരന്തരം ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ആളാണ്. ആൾക്ക് പല പ്രാവശ്യം ഹോസ്പിറ്റലിലെ കേസുകൾ വന്നിട്ടുണ്ട്. അതെല്ലാം ഈ ആൽക്കഹോൾ യൂസ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്. പരമാവധി നമ്മൾ പോവാൻ ഒരു സ്ഥലം ഇല്ലാത്തതുകൊണ്ടും പ്രണയവിവാഹം ആയതുകൊണ്ടും വീട്ടുകാരെ എതിർത്ത് ഇറങ്ങി വന്നതുകൊണ്ടും വീട്ടിലെ സാഹചര്യങ്ങളുകൊണ്ടും നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പം തിരിച്ച് വീട്ടിലേക്ക് പോവാൻ പറ്റാണ്ട്, അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് നമ്മളെ ഒരു ബാധ്യതയാവും, വീട്ടിലുള്ളവർക്ക് തിരിച്ച് നമ്മൾ മക്കളുമായിട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ അവരൊരു ബാധ്യതയാവുമെന്ന് നമുക്ക് അറിയണ കാരണം കൊണ്ടും നമ്മൾ പരമാവധി അഡ്ജസ്റ്റ് ചെയ്തിട്ടും മക്കളുടെ ഭാവി ഓർത്തിട്ടും നമ്മളൊരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് വാടകയ്ക്ക് വീട് എടുക്കണം, വരുമാനം വേണം, അതിൻ്റെതായ രീതിയിൽ ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടും നമ്മൾ പരമാവധി ഈ ഒരു സ്റ്റേജ് വരെ സഹിച്ച് പിടിച്ച് നിന്നു. അപ്പം കുട്ടികൾ ഏകദേശം ഒരു 6-7 വയസ്സ് മുതലേ നിരന്തരമായിട്ടുള്ള ഈ മാനസികമായിട്ടുള്ള ട്രോമയിൽ കൂടെയാണ് ഉണ്ണിയും അച്ചും ഒക്കെ കടന്നു പോകണത്. അപ്പോൾ ഉണ്ണിയുടെ ഒരു ക്യാരക്ടർ ചേഞ്ച് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഉണ്ണി കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ലൈഫ് ഞങ്ങൾ വളരെയധികം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പരമാവധി നമ്മൾ മാറ്റാനായിട്ട് ശ്രമിക്കുകയാണെങ്കിലും ഇത് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ആള് മദ്യപിച്ച് വന്ന് വളരെ മോശം രീതിയിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളെയൊക്കെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിക്കുക, തെറി പറയുക. അപ്പോൾ ഉണ്ണിയുടെ 10ാം ക്ലാസ് എക്സാമിൻ്റെ സമയത്ത് ഉണ്ണിക്ക് പഠിക്കാൻ പോലും പറ്റാണ്ട് വീട്ടിൽ അത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാക്കിയിരുന്നത്. നമ്മൾ ആ സമയത്ത് വീട് മാറി പോവാനും
വേർപിരിയാനൊക്കെ തീരുമാനിച്ചതായിരുന്നു. ഞാൻ അങ്ങനെ തീരുമാനിച്ചതായിരുന്നു. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നമുക്ക് എൻ്റെ വീട്ടിൽ എനിക്ക് പോയി നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം. വേറൊരു വാടകയ്ക്കൊരു വീട് എടുത്തു കഴിഞ്ഞാൽ മാസം മാസം വാടക കൊടുക്കാനുള്ള ബുദ്ധിമുട്ടും ആലോചിച്ച് പരമാവധി ഇതിൻ്റെ ഉള്ളിൽ തന്നെ പിടിച്ച് നിൽക്കാം എന്നുള്ള ഒറ്റ തീരുമാനം കൊണ്ട് പോവായിരുന്നു. നമ്മുടെ മാനസികമായിട്ട് നമ്മുടെ സന്തോഷം, അതുപോലെ കുട്ടികളുടെ സന്തോഷം എല്ലാം ഇല്ലാണ്ടായിട്ടും ഈ ഒരു സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട് എന്നെപ്പോലെയുള്ള ഒരുവിധം സ്ത്രീകളെല്ലാം നമ്മൾ പുറമേ കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും ജീവിക്കണേ. പക്ഷെ ഇതുപോലെ ഇത്തരം ആക്രമണങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ സഹിച്ചിട്ടും നമുക്ക് പോകാൻ ഒരു സ്ഥലം ഇല്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് വീണ്ടും ഒരു ചിലവെടുത്ത് തലയിൽ വയ്ക്കാനുള്ള ഭയം കൊണ്ടും ചിലപ്പോൾ നമ്മൾ ഒക്കെ ഒറ്റയ്ക്ക് സഹിക്കേണ്ട അവസ്ഥ വരും. അപ്പം ആ ഒരു അവസ്ഥയിൽ കൂടെയാണ് ഞാനും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ തീരെയും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതാണ്. കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ഇപ്പം ഞാൻ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞാനും കുട്ടികളും ഈ ഹസ്ബൻഡും അടങ്ങുന്ന കുടുംബം ജീവിച്ചു പോണ ആള് വീട്ടിലേക്ക് കുട്ടികളെ നോക്കി, കുട്ടികളുടെ പഠിപ്പ് നോക്കി ഒന്നും ചെയ്യൂല. എന്നാൽ മദ്യപിച്ചിട്ട് വളരെ ബുദ്ധിമുട്ട് ഉപദ്രവം ഉണ്ടാക്കുകയും ചെയ്യുക. മറ്റുള്ള ആളുകളോട് കള്ളത്തരം പറഞ്ഞ അസുഖമാണ് അങ്ങനെയാന്ന് കള്ളത്തരം പറഞ്ഞ് പണം കടം വാങ്ങിയിട്ട് അങ്ങനെ മദ്യപിച്ചിട്ടാണ് ഇങ്ങനെ. ആൾക്ക് മദ്യപിക്കാൻ ജോലിക്ക് പോണില്ലെങ്കിൽ അങ്ങനെയാണ് ആള് പൈസ ഉണ്ടാക്കണേ. അപ്പോൾ ഈ പറയുന്ന വീഡിയോ നമുക്ക് മനസ്സിലായി, പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് ഒരു ആൽക്കഹോളിക് അഡിക്റ്റാണ്. അതിൻ്റെ എല്ലാ തരത്തിലുള്ള അതിക്രൂരമായ കാര്യങ്ങളും ഫേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ഭാര്യയും 2 മക്കളും ജീവിതം തള്ളി നീക്കിയിരുന്നത്. പിന്നെന്താ പറയുക, മക്കളെ വരെ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു, ഭാര്യയെ ഉപദ്രവിച്ചിരുന്നു. ഇവർ പ്രണയവിവാഹമായിരുന്നത് കൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ വേറെ എവിടെയെങ്കിലും പറഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകാനോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു ചെന്ന് അവർക്കൊരു ബാധ്യത ആവാനോ ചിലവർക്ക് മനസ്സിന് സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അല്ലെങ്കിൽ ചിലവർ വീട്ടുകാർക്കും നാട്ടുകാർക്കും ബന്ധുക്കളുടെ ഇടയിലും വീട്ടുകാർക്കൊരു മോശം വരണ്ട എന്ന് കരുതി പല കാര്യങ്ങളും മൂടി വയ്ക്കും. പുറത്ത് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ, മാനസികമായ ശാരീരികമായ പീഡനങ്ങൾ കുട്ടികളും ഭാര്യയൊക്കെ അനുഭവിക്കുന്നതൊന്നും അത് ഭർത്താവിൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും വീട്ടുകാരുടെ കയ്യിൽ നിന്നാണെങ്കിലും ഒന്നും പുറത്ത് പറയാതെ ഒരുപാട് അവർ മറച്ചു വെച്ച് ചിരിച്ച് കളിച്ച് നടക്കും. അത് ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്, അത് 100% ശരിയാണ്. പക്ഷേ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് അങ്ങനെയല്ല ശരിക്കും ആവേണ്ടത്. അങ്ങനെ ഇരിക്കുന്നവരാണ് ഭൂമിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കുന്നത് അവരെ. ഒരു ആത്മഹത്യയായിരുന്നു എന്നൊറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ തല്ലി കൊന്നിട്ടിട്ട് കെട്ടിത്തൂക്കാനും പുഴയിൽ വലിച്ചെറിയാനും കുഴിച്ച് വീടിൻ്റെ അകത്ത് തന്നെ ഇടാനും എല്ലാമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ഇത്തരത്തിൽ ഓരോ പെൺകുട്ടികളും വീട്ടുകാർ അടക്കി ഒതുക്കി വളർത്തി വരുന്ന വീട്ടുകാർ എന്തുണ്ടെങ്കിലും സഹിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന വീട്ടുകാർ പുറമേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തനിക്കില്ല എന്ന രീതിയിൽ ജീവിച്ച് കാണിച്ച് ഈ ആരോടൊന്നും പറയാതെ ഷെയർ ചെയ്യാതെ ഒക്കെ ഇരിക്കുമ്പോഴാണ് അതൊക്കെ സംഭവിക്കുന്നത്. ആക്ച്വലി അവരുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ നല്ലൊരു കസിനോടോ സിബ്ലിങ്സിനോടോ ആരെങ്കിലോടൊക്കെ ഈ ഭൂമിയിൽ അവരുടെ ജീവിതത്തിലെ റിയൽ കാര്യങ്ങൾ എല്ലാം തുറന്ന് മസ്റ്റായിട്ട് പറഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ നാളൊരു പ്രോബ്ലം ഇതുപോലെ എന്തെങ്കിലും വന്നാൽ ഇവർ പറയണ പോലെ ഈ ഭീഷണി, കൊലപാതക ഭീഷണി, ഇവരുടെ ജീവനും കുട്ടികളുടെ ജീവനും ഇല്ലാതായി കഴിഞ്ഞാൽ അതിൻ്റെ കാരണക്കാർ ആരാണെന്ന് വ്യക്തമായി അറിയാവുന്ന ഒരു 3-4 ആളുകൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം, നമുക്കിടയിൽ ചുറ്റും ഉണ്ടായിരിക്കണം. സത്യാവസ്ഥ അതല്ലെങ്കിൽ ആരാലും അറിയപ്പെടാതെ അത് നമ്മളുടെ ഒരു ഇല്ലായ്മ ആഗ്രഹിക്കുന്നവരുടെ ഇടയിൽ അത് വലിയൊരു ഉത്സവമായി മാറി അവർ സുഖമായി ജീവിക്കും. ഈ ഒരു സത്യം പുറത്തു വരാതിരിക്കും. അപ്പോൾ കുറച്ച് പേരെങ്കിലും സത്യസന്ധമായ കാര്യങ്ങൾ അറിഞ്ഞാലാണ് പിന്നീട് ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് അവർക്ക് പ്രൊസീഡ് ചെയ്യാനും മുന്നോട്ട് ഇന്ന പോലെയൊക്കെയായിരുന്നു കാര്യങ്ങൾ, അതിനുള്ള തെളിവുകളും കാര്യങ്ങളെല്ലാം പറയുകയും കൊടുക്കുകയും വോയിസ് റെക്കോർഡ് അടക്കം എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പല ഇപ്പോൾ ഉത്തര കേസ്, പിന്നെ രാജപിതാവിൻ്റെ മരുമകളുടെ കേസ്, പിന്നെ ഒരുപാട് പേര് തന്നെ ഓർമ്മയിൽ ഇപ്പോൾ ഒരുപാട് പേരുടെ സ്ഥിരമായിട്ട് കഴിഞ്ഞ ആഴ്ച പോലും ഉണ്ടായിരുന്നു. അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും കേൾക്കണതാണ്. അപ്പോൾ അത് കാരണം എല്ലാ പെൺകുട്ടികളും മസ്റ്റായിട്ട് എന്ത് വിഷമം നമുക്ക് മാരേജിന് ശേഷം ഉണ്ടെങ്കിലും
നമ്മുടെ നല്ലൊരു ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ നല്ലൊരു സിബ്ലിങ്സിനോടോ അല്ലെങ്കിൽ ഒരു കസിനോടോ ഒക്കെ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം നമ്മുടെ കാര്യങ്ങൾ. അങ്ങനെയൊക്കെ. പിന്നെ എന്താ പറയുക, ഇവർക്ക് ഈ ഭർത്താവിൻ്റെ സൈഡിൽ നിന്ന് ഒരുപാട് പീഡനങ്ങൾ ഉണ്ടായിട്ടും ഇവർ ആരുടെ സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ജീവിച്ചിരുന്നവരാണ്. വാവുക്കുട്ടൻ മരിച്ച സമയത്ത് ഞാൻ ആളുടെ ഫോണ് യാദൃശ്ചികമായിട്ട് എൻ്റെ കയ്യിൽ കിട്ടി. ആ ഫോണിൽ അവർ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ ഒരു വോയിസ് ഇട്ടിട്ട് എല്ലാവരും കൂടി ആക്രമിക്കുന്ന ഒരു സംഭവം കണ്ടു. എന്താന്ന് വെച്ചാൽ ആ ഗ്രൂപ്പിൻ്റെ അകത്ത് വാവുക്കുട്ടന് വയ്യാണ്ട് കിടക്കുമ്പോൾ എൻ്റെ കുട്ടിക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് അവിടെ ഇട്ടു. അത് പൂച്ചയാണ്, വാവുക്കുട്ടൻ പൂച്ചയാണ്. ഈ വാവുക്കുട്ടൻ എന്ന് പറയുന്ന പൂച്ചേനെ ഞാൻ വാങ്ങിയതാണ്. ആ പൂച്ചയുടെ മരണം വരെ അസുഖം ഉണ്ടായപ്പോഴും ഭക്ഷണത്തിനും മറ്റേ ഹോസ്പിറ്റൽ കേസ് എല്ലാ കാര്യങ്ങൾക്കും ഒരാളിൽ നിന്നും ഞാൻ പൈസ സ്വീകരിക്കാണ്ട് ഞാനാണ് വാവുക്കുട്ടൻ്റെ സകല കാര്യങ്ങളും നോക്കിയിട്ടുള്ളത്. ഈ പറയുന്ന കുട്ടികളുടെ അച്ഛനോ അല്ലെങ്കിൽ ഒരാളിൽ നിന്നും 1 രൂപ പോലും വാങ്ങാണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് വാവുക്കുട്ടൻ്റെ സകല ചെലവുകളും നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ അതും വാവുക്കുട്ടനോ പൂച്ചാന്നോ ഒന്നും പറയാണ്ട്, വീട്ടിൽ വളർത്തുന്ന പൂച്ചാന്നൊന്നും പറയാണ്ട് എൻ്റെ കുട്ടിക്ക് സുഖമില്ല, ഹോസ്പിറ്റലൈസ്ഡ് ആണെന്നും പറഞ്ഞ് ഗ്രൂപ്പിൽ ഒരു വോയിസ് ഇട്ടിട്ട് ആ ഗ്രൂപ്പിലുള്ള ആളുകൾ പൈസ അയച്ചു കൊടുത്തു. ഗൂഗിൾ പേ വഴി ആ പൈസ അയച്ചു കൊടുത്ത് ആ കാശ് കൊണ്ട് മദ്യപിച്ചു. ഇതെല്ലാം വാവുക്കുട്ടൻ മരിച്ചതിന് ശേഷമാണ് ഞാനിതൊക്കെ കാണുന്നത്. വാവുക്കുട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോഴും ആ ഗ്രൂപ്പിൽ വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ കുട്ടി മരിച്ചു പോയി എന്ന് പറഞ്ഞിട്ട്. എൻ്റെ കുട്ടി മരിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് ആ ഗ്രൂപ്പിൽ വോയിസ് ഇട്ടു. ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആൾക്കാരെല്ലാം വിചാരിച്ചത് ഇയാളുടെ മക്കളിലൊരു കുട്ടിയാണ് മരിച്ചു പോയെന്നാണ് ആ ഗ്രൂപ്പിലുള്ളവർ വിചാരിച്ചത്. അവരയച്ചിട്ടുള്ള വോയിസ് ഞാൻ എൻ്റെ ഫോണിലേക്ക് ഫോർവേഡ് ചെയ്തിട്ട് ഞാൻ ഇപ്പോഴും വെച്ചിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിൽ കേൾപ്പിച്ചു തരാം. അങ്ങനെ അത്രയും വളരെ സ്വന്തം മക്കളെ പോലും ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് എടുത്തിടാൻ മടിക്കാത്ത വളരെ വൃത്തികെട്ട സ്വഭാവമുള്ള ഒരു മനുഷ്യനാണ് അയാൾ. ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയണത് എനിക്ക് ജീവഭയം ഉള്ളതുകൊണ്ട് നാളെ പ്രത്യേകിച്ചും ഈ വരുന്ന കുറച്ച് ദിവസങ്ങളിൽ എന്നെ അപകടപ്പെടുത്താൻ വരെ ശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഇനി അങ്ങോട്ടുള്ളത്. അപ്പോൾ എനിക്ക് ജോലി റെഡി ആയിട്ട് ജോലി കിട്ടണതിൻ്റെ തലേ ദിവസം വരെ ഇവിടെ ഇരുന്നിരുന്ന ആള് ജോലി കിട്ടി അന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഹോസ്പിറ്റലിലേക്കാണെന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ഏത് ഹോസ്പിറ്റലാണ് കൂടെ വരുന്നത് ചോദിച്ചപ്പോൾ വരേണ്ട ആവശ്യമില്ല, കൂടെ ആളുണ്ട്, കാലിൻ്റെ മുകളിലെ പഴുപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് പോയത്. കൂടെ ആളുണ്ട്, വരേണ്ട കാര്യമില്ല, ജോലി കിട്ടിയ സമയമാണ്. അത് കഴിഞ്ഞ് പെട്ടെന്ന് 2 ദിവസം മുന്നേ മുതലേ എന്നോട് ചോദിച്ചു ഹോസ്പിറ്റലിലേക്ക് വരാൻ പറ്റുമോ. പക്ഷെ ഞാൻ ജോലിക്ക് കയറിയിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. എനിക്ക് അവിടെ നിന്ന് ലീവ് എടുത്തു കഴിഞ്ഞാൽ അവർ വേറെ ആളെ വെക്കും. എനിക്ക് ആകെയുള്ള വരുമാനം എന്ന് പറയുന്നത് ഈ യൂട്യൂബിൻ്റെ പൈസയും അതേപോലെ ഇപ്പോൾ പുതിയൊരു ജോലി കിട്ടി, ഇനിയിപ്പോൾ അതിൽ നിന്ന് കിട്ടാൻ പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ജോലി ഉപേക്ഷിക്കാൻ പറ്റില്ല. എനിക്ക് കുട്ടികളുടെ പഠിപ്പും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണം. എനിക്കൊരിക്കലും ഈ കുട്ടികളുടെ ഇത്തരം കാര്യങ്ങൾ ജോലി വേണ്ടാന്ന് വെച്ചിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോയി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിന് എന്നോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാനാണ് പറയണത്. അപ്പം ഈ വോയിസ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം. ഇന്നാരെ അടക്കം ചെയ്യലെന്ന് എനിക്ക് പണി? അല്ല, കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ തന്തനെ അടക്കം ചെയ്യലല്ലേ ഇന്ന് പണി? ഈ ഞായറാഴ്ച എൻ്റെ തള്ളേനെ അടക്കം ചെയ്യല, അതാ എൻ്റെ കെട്ടിയാനടക്കം ചെയ്യല. ഇങ്ങനെ ഒരാളില്ലെന്ന് വിചാരിച്ചാൽ മതി കേട്ടാ. മോശം പിടിച്ചോളെ. ഇനി മുതൽ ഞാൻ അവിടെ വരുമ്പോൾ അവിടെ ഇനി ഒരാളുണ്ടാവരുത്. എവിടെച്ച പോയി ജീവിച്ചോ, എൻ്റെ വീട് ഒഴിവാക്കി തന്നോളെ. എൻ്റെ സാധനങ്ങളാ എന്താ അവിടെ ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ എടുത്ത് കൊണ്ടുപോയിക്കളെ. അനുഭവിക്കും. ഞാൻ പറഞ്ഞതെന്തായാലും ഓർമ്മയിലുണ്ടായിക്കോട്ടെ. ഒരു നിലയ്ക്കും നല്ലപോലെ ജീവിക്കില്ല. നിങ്ങൾ അനുഭവിക്കും കേട്ടാ, നിങ്ങൾ അനുഭവിക്കും. എന്തായാലും നീ പ്രാർത്ഥിച്ചൊന്നും ഈശ്വരൻ്റെ അനുഗ്രഹം എനിക്ക് വേണ്ട. ഈ എന്തായാലും എൻ്റെ തള്ള എന്തായാലും കേസ് കൊടുക്കാൻ പോകുന്നുണ്ട്, ധൈര്യമായിട്ട് പോട്ടെ. പക്ഷെ ഒന്ന് മനസ്സിലായിക്കോ, ഒരൊറ്റ കാര്യമായിട്ട് പറയുള്ളൂ, ഞാൻ വരുമ്പോൾ
ഈ കുട്ടികളും അവിടെ ഉണ്ടാവരുത്. അത് മാത്രമേ എനിക്ക് വേണ്ടൂ. ഇനി അതിനുള്ള എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്തുതരാം. കാരണം എനിക്കിനി പണിക്ക് പോകാനോ ഒന്നിനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ അവിടെ വരുമ്പോൾ വീട്ടിൽ വരുമ്പോൾ ഡിസ്ചാർജ് ആയി വരുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയേ പറ്റും. ഇനി വേറെ വർത്താനൊന്നുമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ബാക്കി വഴി ഞാൻ വേറെ കണ്ടോളാം കേട്ടാ. ഈ വോയിസിൽ നിങ്ങൾ ഒരു സ്ത്രീയുടെ ശബ്ദം കേട്ടിട്ടുണ്ടാവും. ആ സ്ത്രീ ആരാന്ന് ഞാൻ പറയണില്ല, നിങ്ങൾക്ക് ഊഹിച്ചു നോക്കാം ആ സ്ത്രീ ആരായിരിക്കുന്നു. 18 വർഷമായിട്ട് എൻ്റെ ജീവിതത്തിൽ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സ്ത്രീയാണ് അവർ. അപ്പം ഞാനും കുട്ടികളും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടില്ലെങ്കിൽ, അതും ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുന്നതിൻ്റെ ഉള്ളിൽ ഞാനും മക്കളും ഇറങ്ങി പോയിട്ടില്ല എന്ന് വെച്ചാൽ അപകടപ്പെടുത്തും എന്നുള്ള ധ്വനിയോട് കൂടിയിട്ടുള്ള വോയിസ് മെസ്സേജാണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണ് സ്വന്തം രക്തത്തിൽ പറഞ്ഞ മക്കളേനെ ഒരു ഉത്തരവാദിത്വം ഇല്ലാണ്ട് വീട്ടിൽ നിന്ന് ഒരു അച്ഛനെ ഇറക്കി വിടാൻ കഴിയുക? എന്തിനാണ് ഇങ്ങനെയാണ് അത് ഇറക്കി വിടാൻ കഴിയുക? 18 വർഷം കൂടെ ജീവിച്ച സ്ത്രീനെ ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ എങ്ങനെയാണ് സാധിക്കുക? നിയമവും മറ്റുള്ള കാര്യങ്ങളും ഒക്കെയുള്ള ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ, അത് ഷെയർ ഹൗസാണ്, ഈ ശബ്ദം ഈ വോയിസിൽ നിങ്ങൾ കേട്ട ആ സ്ത്രീക്കും എൻ്റെ ഭർത്താവിനും ഒരേപോലെ ഷെയറുള്ള വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. പക്ഷേ അയാളുടെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് 18 വർഷം അയാളുടെ ഭാര്യ എന്ന് വെച്ചിട്ട് കൂടെ ജീവിച്ച നിലയ്ക്കും അയാളിലുണ്ടായ 2 മക്കൾക്കും ഈ വീട്ടിൽ നിൽക്കുന്നതിന് യാതൊരു അവകാശമില്ല. അവർ തിരിച്ചു വരുന്നതിന് മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിരിക്കണം, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭീഷണിയാണ്. ഇതിനു മുന്നേയും ഈ ഒരു സ്ത്രീ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് 1 മാസത്തോളം ഞാൻ വീട്ടിൽ നിന്നിട്ട് വീണ്ടും എൻ്റെ ഭർത്താവ് എൻ്റെ വീട്ടിൽ വന്ന് സംസാരിച്ച് ഇനി ഒരിക്കലും മദ്യപിക്കില്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ തിരിച്ച് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇവിടുന്ന് മാറി നിൽക്കാൻ തന്നെയാണ് തീരുമാനം. കാരണം ജീവന് ഭയമുള്ളതുകൊണ്ട് തന്നെ. പക്ഷേ ഈ വോയിസ് ഇപ്പോൾ ഇടുന്നത് എന്താ വെച്ചാൽ, എനിക്കൊരു വാടക വീട് റെഡിയാവുന്നത് വരെ ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നിടത്തോളം കാലം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഞാൻ മരിക്കേണ്ടി വരെ, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം, സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ വരെ, എന്ത് അപകടം ഉണ്ടായാലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവും ഈ വോയിസിൽ കേട്ട ഈ സ്ത്രീയുമാണ്. അപ്പം ആളുകൾ മനസ്സിലാക്കണം അവർ എത്രത്തോളം ദുഷ്ടതരാണ് അവർ കാണിക്കുന്നതെന്നുള്ള ആളുകൾ മനസ്സിലാക്കണം. ഇത് ആൾക്കാർ ഇപ്പം എൻ്റെ നാട്ടിലുള്ളവർക്ക് മാത്രം അവർക്ക് പോലും, എൻ്റെ നാട്ടിലുള്ളവർക്ക് പോലും അറിയില്ല ഞാൻ ഇത്രയധികം മാനസികമായ സമ്മർദ്ദത്തിൽ കൂടെ അനുഭവിച്ചിട്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. നമുക്ക് പലരുടെയും വിചാരം ശരീരം നിറം വെളുത്തിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാണാൻ ഒരു സ്റ്റൈലായിട്ട് നമ്മൾ നടന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ എല്ലാം ആയി. അതല്ല, നമ്മൾ കീറി പറഞ്ഞ വസ്ത്രം ഇട്ട് നടന്നാൽ മാത്രം നമ്മൾ പാവമാവുള്ളൂ എന്നാണ് പലരുടെയും വിചാരം. പുറത്ത് നമ്മൾ എന്ത് കാണിക്കുന്നു എന്നല്ല, നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്താണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പരമാവധി നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാണ്ടിരിക്കാൻ പരമാവധി നമ്മളെല്ലാം സഹിക്കും. പക്ഷെ ഒരു ടേണിങ് പോയിന്റ് കഴിഞ്ഞാൽ നമുക്കത് പുറത്ത് പറയേണ്ടി വരും. അപ്പം അങ്ങനെ ഉള്ളൊരവസരത്തിലാണ് ഞാനിത് പറഞ്ഞത്. അത്രയും പേടിച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഇത് നാണക്കേടും ബുദ്ധിമുട്ടും എല്ലാം ഉള്ള സാഹചര്യത്തിൽ ഇത് പുറത്ത് പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ എൻ്റെ ജീവന് ഭീഷണി എന്നുള്ള സാഹചര്യത്തിലാണ് ഞാൻ പറയണേ. പോലീസിൽ അറിയിക്കുക അല്ലെങ്കിൽ അങ്ങനെ സംരക്ഷണം തരാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയില്ല, അവരത്രയും നിങ്ങൾ ഈ വോയിസിൽ കേട്ടിട്ടുള്ള സ്ത്രീ അത്രയും സ്വാധീനം ഉള്ള സ്ത്രീയാണ് ആളുകളുടെ ഇടയിൽ. അതുകൊണ്ട് തന്നെ അവരെ തിരിച്ച് നമുക്കായിരിക്കും അവർ പ്രശ്നം ഉണ്ടാക്കുക. ഒറ്റ കാരണം കൊണ്ടാണ് ഇത് ജനങ്ങളിലേക്ക് എത്തണമെന്ന് വിചാരിച്ച് ഞാൻ ഈ വോയിസ് ഇട്ടത്. ഇത് മാത്രമല്ല, പല റെക്കോർഡും എൻ്റെ കയ്യിലുണ്ട്. കാരണം നമ്മൾ പറഞ്ഞ പോലെ നാളെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു തെളിവുകളായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ച് എല്ലാം ഫോണിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഇതെനിക്ക് പബ്ലിക് ആക്കണമെന്ന് തോന്നി, അതുകൊണ്ട് ആക്കണം. ഗൈസ്, അപ്പോൾ ഈ വോയിസിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. നാളെ തങ്ങളെ അപായപ്പെടുത്തും ഈ ഭർത്താവും ഫാമിലിയും എന്നുള്ള നല്ലൊരു ഭയത്തിലാണ് അവരിയ്ക്കുന്നത്. കാരണം ഇത്രയും 18 വർഷമായിട്ട് ജീവിച്ചിട്ടും പ്രണയവിവാഹമായിരുന്നു. അവർ നല്ല സ്നേഹത്തിലാണ് ജീവിച്ചിരുന്നത്. ഇവരുടെ സ്വന്തം യൂട്യൂബ് ചാനലിലാണ് ഈ വീഡിയോ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ സ്വന്തം വീട്ടുകാരുടെ അടുത്ത് നിന്ന് മാറി ആണ് അവർ നിന്നിരുന്നത്. കല്യാണം കഴിഞ്ഞു 2 മക്കളായി അവർ ജീവിക്കുന്നു. ആൽക്കഹോളിക് അഡിക്റ്റ് ആയതിൻ്റെ പേരിൽ ഒരുപാട് ഇവർ അനുഭവിച്ചു. പിന്നീട്
ഈ പറയുന്ന ഈ ഭാര്യയ്ക്ക് അവിടെ മറ്റാരുടെ മക്കളുടെ സപ്പോർട്ട് അല്ലാതെ മറ്റാരുടെ സപ്പോർട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇല്ല എന്ന് അവരുടെ വർത്തമാനത്തിൽ നിന്ന് വ്യക്തമാണ്. ആ ഭർത്താവിൻ്റെ വോയിസ് റെക്കോർഡിൽ കേൾക്കുന്ന സ്ത്രീ എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ ഫാമിലിയിലുള്ള ആളാണ്. അത് അമ്മയാവാം, പെങ്ങളാവാം, ആരും ആവാം. പിന്നെ ഇവരെ ആ റെക്കോർഡിൽ അവിടെ നിന്ന് ഇനി ഞാൻ വരുമ്പോൾ ആ വീട്ടിലുണ്ടാവരുത്, ഈ ഭർത്താവിൻ്റെ ആ വീട് ഈ ഭാര്യയ്ക്കും ആ മക്കൾക്കും കൂടി അവകാശപ്പെട്ടതാണ്. അവർക്ക് അവകാശമുള്ള ആ വീട്ടിൽ നിന്നാണ് ഇനി ഞങ്ങൾ വരുമ്പോൾ അവിടെ ഉണ്ടാവരുത്, ഇറങ്ങിപ്പോക്കൊള്ളണം എന്നിവരോട് പറയുന്നത്. അവരെ നാളെ അപായപ്പെടുത്തും അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും എന്നെല്ലാം നല്ല രീതിയിലുള്ള ഒരു ഭീഷണിയും കാര്യങ്ങളെല്ലാം ഓൾറെഡി ഉള്ളത് കൊണ്ടും എല്ലാത്തിൻ്റെ റെക്കോർഡും കാര്യങ്ങളും ഒക്കെ അവരുടെ കയ്യിലുള്ളത് കൊണ്ടും ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് അവർ വീഡിയോ അവരെ ചാനലിൽ, സ്വന്തം ചാനലിൽ ചെയ്തിട്ട്, യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടിരിക്കുന്നത്. അവർ അതിന് വേണ്ട നിയമസഹായം കാര്യങ്ങളെല്ലാം അവർക്ക് അറിയാവുന്നവരിൽ നിന്ന് മേടിച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ നിയമസഹായത്തിൻ്റെ അതിൻ്റെ രീതികളും കാര്യങ്ങളൊക്കെ ആരെങ്കിലുമായിട്ട് അതുമായി ബന്ധപ്പെട്ട ഫീൽഡിലുള്ളവരായിട്ട് ഡിസ്കസ് ചെയ്ത് തന്നെ നമുക്ക് മനസ്സിലാവും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ നിൽക്കാം, ഏതൊക്കെ രീതിയിലേക്ക് ആവാം. അപ്പോൾ അവരതൊരു ധൈര്യം തന്നെയാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇതിൻ്റെ ഇടയിൽ ഒരിക്കൽ സ്വന്തം വീട്ടിൽ പോവുകയും 1 മാസം അവിടെ നിൽക്കുകയൊക്കെ ചെയ്ത് പിന്നീട് ഇയാൾ തന്നെ പോയി ഇനി കുടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കൈകാലം പിടിച്ചിട്ടാണ് തിരിച്ചു കൊണ്ടുവന്നിരുന്നത്. ഈ പ്രണയ വിവാഹങ്ങളിൽ 50 ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും 50-50 ഈ പറഞ്ഞ് വരുമ്പോൾ ഈ വിവാഹം എന്ന് പറയുന്നത് 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു ജീവിതം തുടങ്ങുകയാണ്. അവിടെ തീർച്ചയായും വേറെ കുടുംബങ്ങൾ തമ്മിലോ നാടുകൾ തമ്മിലോ ഒക്കെ കണക്ഷൻ വരികയാണെങ്കിലും ഇന്നത്തെ ഒരു കാലത്ത് ഈ തീർച്ചയായിട്ടും 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു ജീവിതത്തിന് തന്നെയാണ് അവിടെ ഇമ്പോർട്ടൻ്റ്. അതിൽ നിന്നാണ് ഒരു പുതിയൊരു കുടുംബം ഉണ്ടാകുന്നത്. അപ്പോൾ അനാവശ്യമായുള്ള മറ്റുള്ളവരുടെ കൈക്കടത്തലുകൾ ഇവരിൽ വരാതിരിക്കുന്നിടത്തോ വരുമ്പോഴാണ് പ്രശ്നങ്ങളിലേക്ക് അതെത്തുന്നത്. അതിന് പകരം അവരവരെ വഴിക്ക് പോകട്ടെ, ഇവരെ വഴിക്ക് പോകട്ടെ എന്നുള്ള ഇവർ പ്രണയിക്കുന്ന സമയത്തോ പ്രണയിച്ച് കല്യാണം കഴിച്ചു കൊണ്ടിരുന്ന സമയത്തോ ഒന്നും ഈ പറയുന്ന മറ്റു വ്യക്തികളൊന്നും ഇവരുടെ ജീവിതത്തിലെ ഭാഗങ്ങളല്ല, അവരുടെ ടോക്കുകളിലോ ഒന്നും വന്നിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അവരൊന്നും യാതൊരു വിധത്തിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന തരത്തിലായിരിക്കില്ല. ഇവരുടെ പാർട്ട്ണർ സംസാരിക്കും, കാര്യങ്ങളും എല്ലാം പറഞ്ഞൊക്കെ പോയിട്ടുണ്ടാവുക. പിന്നീട് ഇവർ ഇത്രയും വർഷം ഒരുപാട് അനുഭവിച്ചു, ഒരുപാട് കാര്യങ്ങൾ അവരനുഭവിച്ചിട്ടുണ്ട്. ഭർത്താവ് ആൽക്കഹോളിക് ആയതിൻ്റെ പേരിൽ അനുഭവിച്ചത് വേറെ, അതല്ലാതെ ആ ഫാമിലിയിൽ നിന്നുള്ള മാനസികമായ പീഡനങ്ങൾ വേറെ. എന്നിട്ടും ഒറ്റയ്ക്ക് ആത്മഹത്യ ചെയ്യാൻ തനിക്ക് സൗകര്യമില്ല എന്നുള്ള രീതിയിൽ തനിക്ക് ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. തൻ്റെ 2 മക്കൾക്കൊപ്പം തനിക്ക് തനിക്കും ജീവിക്കണം. അതുപോലെ തോറ്റു കൊടുക്കാൻ റെഡിയല്ല, അല്ലെങ്കിൽ എനിക്ക് മരിക്കണ്ട. അതിന് മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ആളുകൾക്ക് മരിക്കാൻ തോന്നി മരിക്കുന്നവരുണ്ട്. ഇനി മരിച്ചില്ലെങ്കിലും അവരെ ആ മരിപ്പിൻ്റെ കാര്യത്തിലേക്ക് പ്രേരിപ്പിച്ചിട്ട് തല്ലി കൊന്നിടുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് ഇന്ന് അവരെ സ്വന്തം ചാനലിൽ ഇത്തരത്തിലുള്ള ഒരു മരണമൊഴി എന്നൊക്കെ വേണമെങ്കിൽ പറയാം രീതിയിൽ അവർ അപ്രോച്ച് ചെയ്ത് വളരെ നല്ല കാര്യമാണ്. നാളെ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഭർത്താവോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരോ അതൊരു ആത്മഹത്യയായിരുന്നു, അല്ലെങ്കിൽ അവൾ അങ്ങനെയായിരുന്നു, അവൾ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ അവരെ വായുകൊണ്ട് ഒരു 4-5 ആൾക്കാരെയും ചേർത്ത് നിർത്തി ഇന്ന പോലെ പറയണമെന്ന് പറഞ്ഞ് പറയിപ്പിക്കാവുന്ന കേസുള്ളൂ. അങ്ങനെ അത് ഉണ്ടാവാൻ പാടില്ല എന്ന് വ്യക്തമായി ഈ ഭാര്യയ്ക്ക് നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് പേരെങ്കിലും സത്യങ്ങൾ അറിയണം, നാളെ എന്തെങ്കിലും ഞങ്ങൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെയാണ് കാര്യങ്ങൾ, ഇതിൻ്റെ പുറകിൽ ഇന്ന ആൾക്കാരാണെന്ന് അറിയണം ഒരുപാട് പേര് എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ അവരുടെ ചാനലിൽ ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതിൽ എനിക്ക് പറയാനുള്ളത്, നമ്മളെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വിവാഹം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു എൻഡിങ് അല്ല. ഒരിക്കലും ജീവിതത്തിൻ്റെ എൻഡിങ് എന്ന് പറയുന്ന ഒരു വിവാഹമല്ല, നമ്മുടെ ജീവിതമാകുന്ന ഒരു ബുക്കിലെ ഒരു പേജ് മാത്രമാണ്. അപ്പം ആ പേജിൽ എന്തെങ്കിലും ഒരു ഇത് വന്നുകൊണ്ട് അത് അവിടെ ജീവിതം തീരണമൊന്നുമില്ല, അല്ലെങ്കിൽ അവിടെ ഡെസ്പായിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് തോന്നുന്നിടത്തോളം നമുക്ക് പൊരുതാം. നമ്മുടെ ഭാഗത്ത് ന്യായമല്ല, നമ്മൾ വെറുതെ അനാവശ്യമായിട്ടാണ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അതിലർത്ഥമില്ല. നമ്മുടെ ഭാഗത്ത് ന്യായം, നമ്മൾ എത്രയൊക്കെ സഹിച്ചിട്ടും ക്ഷമിച്ചിട്ടും എത്രയൊക്കെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടും എന്തോരം നമ്മുടെ സൈഡിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും അറ്റ്മോസ്ഫിയറും ഉണ്ടാക്കിയിട്ടും ഈ പറയുന്ന ഭർത്താവിൻ്റെ സൈഡിൽ നിന്നോ ഭർത്താവിൻ്റെ ഫാമിലിയുടെ സൈഡിൽ നിന്നോ നല്ലൊരു റെസ്പോൺസ് അല്ല കിട്ടുന്നത്. അവർക്കൊരു മാറ്റവും. അവർ ഈ പറയണ പോലെ ഫുൾ നെഗറ്റീവായിട്ട് മാനസികമായുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തന്നുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പിന്നെ നമ്മുടെ അടുത്ത് എങ്ങനെ പെരുമാറുന്നു
അതുപോലെ തിരിച്ചു പിന്നെ പെരുമാറിയാൽ മതി. അത്രയും ഇങ്ങോട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് നമുക്ക് റെസ്പെക്റ്റ് എങ്ങനെ കിട്ടണം, നമ്മളെങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്ന് പെരുമാറ്റം പ്രതീക്ഷിക്കുന്നു എന്നതുപോലെ തന്നെയാണ് നമ്മളും തിരിച്ച് മറ്റൊരാൾക്ക് കൊടുക്കേണ്ടത്. നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അത് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മളതുപോലെ നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ അത്രയും പാവമായിട്ട് ഒരു സ്ത്രീകൾ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പാടില്ല, ജീവിക്കൂല. പാവമായി ജീവിച്ചിരുന്ന കാലത്ത് മുഴുവൻ കണ്ണീരും കയ്യാങ്കളിയും കണ്ണീരും വിഷമങ്ങളും ദുഃഖങ്ങളും ഈ മണ്ണിൻ്റെ അടിയിൽ 6 അടി മണ്ണിൽ ഇല്ലാതാവുകയും ചെയ്യുള്ളൂ. അതിന് പകരം നമ്മളങ്ങനെ പാവല അത്യാവശ്യം മറ്റേ എന്താ ഒരു ചൊല്ലുണ്ടല്ലോ, ചേരിയും കടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊരു ചൊല്ലുണ്ട്. അത്രയും സഹിക്കാൻ പറ്റാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് വിട്ട് കഴിഞ്ഞാൽ ഏത് ചെറിയൊരു ജീവിയാണെങ്കിലും പ്രതികരിക്കും. അപ്പോൾ അതുപോലെയാണ് നമ്മൾ എല്ലാവർക്കും പ്രതികരിക്കാനുള്ള കഴിവുണ്ട്, എല്ലാവരുടെ ഉള്ളിലുണ്ട്. നമ്മൾ ആരെയും ഭയക്കേണ്ടതില്ല. ജീവിതം നമ്മുടെയാണ്, നമുക്ക് ജീവിക്കേണ്ടത് തന്നെയാണ്. നമ്മുടെ സൈഡിൽ ന്യായങ്ങളുണ്ടെങ്കിൽ പിന്നെ നമുക്ക് യാതൊന്നും പേടിക്കണ്ട. നമുക്ക് ജീവിക്കാൻ സമാധാനപരമായ ഒരു ജീവിതത്തിനോ അല്ലെങ്കിൽ നമ്മുടെ മാനസികമായ ഒരു ഇതിനോ തടസ്സം നിൽക്കുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ വശം ആലോചിക്കുകയോ ചിന്തിക്കുകയോ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താ പറയുക, ഇവർ ചെയ്ത പോലെ ഇപ്പോൾ അവരുടെ സ്വന്തം ചാനലിൽ വന്ന് പറഞ്ഞതുകൊണ്ട് നാളെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദി തീർച്ചയായിട്ടും ആരാണെന്ന് ആ ഒരു കേസിലേക്ക് എന്തായാലും അവരെ ഹസ്ബൻഡിനെയും ഫാമിലിയാണ് കൈ ചൂണ്ടപ്പെടുക. അതുപോലെ അവർക്ക് വേണ്ട അത്യാവശ്യം ആൾക്കാരോട് പെടും. ഈ കഴിഞ്ഞ മാസം ഫെബ്രുവരി ലാസ്റ്റൊക്കെ ആവാറായപ്പോൾ ഒരു ന്യൂസ് വന്നായിരുന്നു. ഒരു കൈക്കുഞ്ഞടക്കം, ആ ഉണ്ണിക്ക് 1 മാസമായിട്ടുള്ളൂ, ആ സ്ത്രീയുടെ കയ്യിൽ ആ കൈക്കുഞ്ഞുണ്ട്. തൊട്ട് താഴെ 2 വയസ്സുള്ള ഒരു ഉണ്ണിയുണ്ട്, പിന്നെ ഒരു 4 വയസ്സുള്ള ഉണ്ണിയുണ്ട്, ഒരു ഭാര്യയും ഭർത്താവും. ഇവർ 3 കുഞ്ഞുങ്ങളും ഭാര്യയും ഭർത്താവും ഹാപ്പി ആയിട്ട് ജീവിച്ചിരുന്നവരാണ്. ലവ് മാരേജ് ആയിരുന്നു. അവരവിടെ അടുത്ത വീട്ടിലുള്ളവരൊക്കെ അവർ പറയും ഭയങ്കര സ്നേഹവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പക്ഷേ ഇവരുടെ ഈ വിവാഹം ഭർത്ത വീട്ടുകാർക്ക് വലിയ സഹകരണമോ കാര്യങ്ങളോ ഈ വിവാഹം കഴിച്ചത് കൊണ്ട് ഉണ്ടാവാത്തതിൻ്റെ പേരിൽ ഇടയ്ക്കിടയ്ക്ക് ഭർത്താവിൻ്റെ വീട്ടുകാരുടെ സൈഡിൽ നിന്ന് ഇവർക്ക് പല കാര്യങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്, മാനസികമായ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും. അപ്പോൾ ആ ഡിസ്കഷൻ ഈ ഭർത്താവുമായി അവരുടെ വീട്ടുകാർ സംസാരിക്കും. ആ ഡിസ്കഷൻ ഇവരെ വീട്ടിലെത്തിയും അത് ആ ഒരു സങ്കടം മാത്രമാണ് ഇവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നുള്ളൂ. അതല്ലാതെ അവർ ഹാപ്പി ആയിരുന്നു. ഈ ഏറ്റവും താഴെ ഉണ്ടെങ്കിൽ 1 മാസമേ ആയിട്ടുള്ളൂ. എപ്പോഴും ഹാപ്പി ആയിട്ട് നടക്കുന്ന ഫാമിലിയാണ്. ഇതാണ് എല്ലാം അവിടെയുള്ള എല്ലാവരും, അടുത്തുള്ളവരും അയലക്കാരും എല്ലാവരും അവരെ അറിയുന്നവരും ഒക്കെ പറഞ്ഞു. പക്ഷെ പിന്നീട് എന്തിന് ഈ പറയുന്ന മകനും ഭാര്യയും മക്കളും മരിച്ചു എന്നുള്ള ചോദ്യമാണ് പിന്നെ പോലീസുകാരുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോഴാണ് അറിയുന്നത് ഈ പെണ്ണിൻ്റെ വീട്ടുകാരുടെ അടുത്ത്, പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഇവരുടെ മരണം കേട്ടിട്ട് വന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഇതുപോലെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് സഹകരണം ഉണ്ടായിരുന്നില്ല എന്നും പിന്നീട് അവർ മാനസികമായ ഓരോ ബുദ്ധിമുട്ടുകളെല്ലാം ഇവർക്ക് കൊടുക്കുകയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ ജീവിതം, ഈ ഭർത്താവ് ഈ ഭാര്യനെ ഈ 3 കുഞ്ഞുങ്ങളെയും കൊന്ന് സ്വന്തമായിട്ട് മരിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ആ വീഡിയോയിൽ കാണുന്നുണ്ട് ഭർത്താവിൻ്റെ ഫാമിലി, പെങ്ങളും അച്ഛനമ്മയൊക്കെ വന്നിരുന്ന് കരയണം. ഇപ്പോൾ അവരെന്തിനാണ് കരയണത്? ആക്ച്വലി അത് ആ വീഡിയോയിൽ ഒരുപാട് പേര് അതിൽ കമൻറ്റ് ചെയ്തായിരുന്നു, എന്തിനാണ് അവർ കരയണത്? അവർ ജീവിക്കുന്ന സമയത്ത് അവരെ ജീവിക്കാൻ സമ്മതിച്ചിരുന്നില്ല. പല പല കാര്യങ്ങളും പറഞ്ഞു അവരെ മാനസികമായി ബുദ്ധിമുട്ടിക്കലായിരുന്നു. അവർ ഓക്കെ ഇനി ഞങ്ങൾ ജീവിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കും പ്രോബ്ലം വേണമെന്ന് വെച്ചിട്ട് അവരവരുടെ ജീവിതം എല്ലാവരും അവസാനിപ്പിച്ചു. എന്നിട്ട് പിന്നെ ഇവർ കരയാനിരിക്കും. അപ്പോൾ അത് അന്ന് ഭയങ്കര ചർച്ചയായിരുന്നു. നമുക്ക് തന്നെ കാണുമ്പോൾ കണ്ണ് നിറയുന്ന ഒരു കാരണമായിരുന്നു. അപ്പോൾ ഈ പറയണ പോലെ നമ്മൾ അതിനൊന്നും നിൽക്കേണ്ട കാര്യമില്ല. അന്നും ആ കേസ് വരാൻ കാരണം അവർക്ക് അറിയാവുന്ന കുറച്ച് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ അവർ തുറന്ന് പറഞ്ഞിരുന്നത് കൊണ്ടും ഒക്കെയാണ്. അതല്ലാതെ അവർ തമ്മിൽ പേഴ്സണലി ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ആൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ആൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരിച്ച ആൾ വന്ന് പിന്നെ സംസാരിക്കില്ല. അപ്പം അതുകൊണ്ട് ആ മരണത്തിൻ്റെ പുറകെ എങ്ങനെയൊക്കെയാണെന്ന് ശത്രുക്കളായിട്ട് നിൽക്കുന്നവർക്ക് എന്തും പറഞ്ഞുണ്ടാക്കാവുന്ന ഒരു കാലമാണ്. അപ്പം അതില്ലാതിരിക്കാനായിട്ട് ഇത്തരത്തിലുള്ള കുറച്ച് പേരോട് സത്യസന്ധമായിട്ടുള്ള റെക്കോർഡുകളും നമ്മുടെ വോയിസും ഈ നമ്മുടെ കയ്യിലുള്ള എല്ലാ തെളിവുകളും ഏതൊക്കെ നമുക്ക് ഭീഷണി ഉണ്ടോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക മാനസികമായി നമ്മൾ ഏതൊക്കെ രീതിയിൽ പീഡിപ്പിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ നമ്മൾ കുറച്ച് പേരോട് ഷെയർ ചെയ്ത് വെക്കുന്നതും നമ്മളതിൻ്റെ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ തെളിവുകളെല്ലാം എടുത്ത് വെച്ച് അത് അവരെ ഏൽപ്പിക്കണം എന്നൊക്കെ വളരെ നല്ലതാണ്. കാരണം ഇപ്പം ഇവരെ സംബന്ധിച്ച് നാളെ ഇവർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരവാദികൾ ആരാണെന്ന് ജനം അറിഞ്ഞു കഴിഞ്ഞു. നിയമപരമായിട്ടും അവർക്ക് നേരിടാനും എല്ലാത്തിനും കഴിയും. ആ ഒരു ഭയം ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ അങ്ങനെ നിന്നിരുന്നത്. അവരെന്തായാലും ഇത്രയും കാലം ഈ വീട്ടിൽ കടിച്ചു പിടിച്ച് തൂങ്ങി നിന്നു. അവർക്ക് മാറ്റങ്ങളൊന്നുമില്ല. ഇത്രയും വർഷം ഒരു മാറ്റവും ഇല്ല. 10 കൊല്ലവും 18 കൊല്ലവും ഒക്കെ സഹിച്ചു നിന്നിട്ടും ഈ ഒരു പെണ്ണ് ആ ഒരു പ്രണയിച്ച് കല്യാണം കഴിച്ചതല്ലേ, തൻ്റെ വീട്ടിൽ പോയി ഒരു ബാധ്യമായിട്ട് നിൽക്കണ്ട എന്ന് തന്നെയാണ് കുടുംബത്തിൽ പെടുന്ന എല്ലാ പെൺകുട്ടികളും വിചാരിക്കുക.
വീട്ടുകാരുടെ സമ്മതം കൊണ്ട് ഇറങ്ങി പോയിട്ടുള്ളതല്ല. അപ്പോൾ അതിന് നിൽക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഇതുപോലെ നിന്നിട്ടും ഒരു വ്യത്യാസമില്ല. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ പറയണ പോലത്തിലുള്ള എന്തെങ്കിലും ഉണ്ടാവും. അവരവിടെ നിന്ന് മാറാൻ, വാടക വീട്ടിലേക്ക് ഇനി വേറെ മാറാൻ അവർക്കും കൂടി അവകാശപ്പെട്ട ആ വീട്ടിൽ നിന്ന് ആ 2 മക്കളെയും കൊണ്ട് മാറാൻ തീരുമാനിക്കണം. ആ മാറുന്നത് വരെയുള്ള ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് അവരിപ്പോൾ അവരുടെ സ്വന്തം ചാനലിൽ, യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. എല്ലാവരും ജീവിക്കാനായിട്ടുള്ള പ്രതികരണങ്ങളും ജീവിക്കാനായിട്ടുള്ള കാര്യങ്ങൾക്കുമാണ് എല്ലാവരും ഓടുന്നത്. ഒരു നേരത്തെ വയറ് നിറച്ച് സമാധാനമായി ഒന്ന് ഉറങ്ങി എണീക്കുക, അത്രയുള്ളതാണ് ഓരോരുത്തരുടെയും ജീവിതം. അതിനിടെ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ചിന്തിച്ചു കൂട്ടി അനാവശ്യമായ ചിന്തകളിൽ നിന്ന് ഉരുതിരിഞ്ഞ് മറ്റുള്ളവരിലേക്ക് വിഷം ഇഞ്ചെക്ട് ചെയ്യാനും അവർ പറയുന്ന ഒരു വാക്ക് മറ്റൊരാളെ എത്രത്തോളം വേദനിപ്പിക്കണമെന്ന് അവർക്ക് പറയുമ്പോൾ അറിയില്ല. ഒരുപാട് നാൾ കഴിഞ്ഞ് സഹികെട്ട് അവരുടെ പല കാര്യങ്ങളും കേട്ട് മടുത്ത് കഴിയുമ്പോൾ ഒരു തവണ അവർ റിയാക്ട് ചെയ്യുമ്പോൾ അത് കേൾക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര മനസ്സമാധാനക്കേടും അപ്പോഴാളൊക്കെ വരും. അപ്പോഴാണ് ഇവർക്ക് ഏറ്റവും മുറിവ്. അപ്പോൾ ഇവർ ഇത്രത്തോളം അങ്ങോട്ട് ചെയ്തപ്പോൾ എത്ര മുറിവുകൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ടാവുന്നു അവർ മനസ്സിലാക്കണം. എല്ലാവർക്കും ഒരു മനസ്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എല്ലാവരും ഒരു വീട്ടിൽ ജനിച്ചു വളർന്നുണ്ടായവരാണ്. എല്ലാവർക്കും സമാധാനം, സന്തോഷം ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോക്സ്. അപ്പോൾ ലേഡീസ് പ്ലീസ് എല്ലാവരും സേഫായിട്ടിരിക്കുക. നമ്മുടെ സംരക്ഷണം നമ്മുടെ കയ്യിൽ തന്നെയാണ്. അതിനു വേണ്ടി നമ്മൾ തന്നെ ശ്രമിക്കണം. അപ്പോൾ അടുത്ത നല്ലൊരു ടോക്കായിട്ട് കാണാം. ബൈ.